प्रभु के दासों का मैं स्वागत करता हूँ, मैं धन्यवाद करता हूँ रायबरेली से। ബഹുമാനായ തോമസൻ പാസ്റ്റർ, അതുപോലെ ബഹുമാനായ രാജു പാസ്റ്റർ, ദേവദാസന്മാർ എല്ലാവർക്കും ജോർജ് സി പാസ്റ്റർ വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. आदरणीय पासवानों का, थॉमसन पास्टर जी का, राजू पास्टर जी का और जॉर्ज पास्टर जी का मैं धन्यवाद करता हूँ. ആരാധന ലീഡ് ചെയ്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. आज की सुबह आराधना में अगुवाई करने वाले भाई हमारे बेबीचंद भाई जी का मैं धन्यवाद करता हूँ. എല്ലാ ദേവദാസന്മാർക്കായി വന്ദനം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. सभी प्रभु के दासों का मैं धन्यवाद करता हूँ. परमेश्वर हमारी सहायता करने. നാം ഇതുപോലെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. हम इसी प्रकार आराधना कर कर आगे बढ़ने पाए, यही परमेश्वर की योजना है. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ മധ്യ എഴുന്നള്ളിയിട്ടുണ്ട്. आज परमेश्वर की बहुत बड़ी सामर्थ, परमेश्वर की उपस्थिति हमारे बीच में, के हमारे मध्य में है. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. बड़े ही प्रार्थना के साथ उस परमेश्वर के सामने बैठे. ഈ ദിവസങ്ങളിൽ വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ നാം അല്പം കൂടെ ഊർജ്ജസ്വലരായിരിക്കുക, വചനം ധ്യാനിക്കുക, വായിക്കുക, പഠിക്കുക. ये जरूरी है कि इन दिनों में वचन के बारे में, वचन को मनन करने के विषय में हमें थोड़ा जागृत रहना आवश्यक है. പലപ്പോഴും പലയിടങ്ങളിൽ നാം വഴുതി പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തിരുവെഴുത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ നാം നിരന്തരം വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം. इन दिनों में ये संभव है कि हम अपने राहों पर भटक सकते हैं, हम अपने कार्यों से भटक सकते हैं. तो वचन एकमात्र ऐसी चीज है जिसके द्वारा हम मनन कर कर वापस अपने राह पर चल सकते हैं. നിരന്തരം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ ആമേൻ അതിശക്തരായ ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. निरंतर प्रार्थना करने वाले, वचन को मनन करने वालों को ही परमेश्वर संभालता है. സഭാചരിത്രം പഠിക്കുമ്പോൾ 1900-ന്റെ ആരംഭങ്ങളിൽ ആവിർഭവിച്ച പെന്തക്കോസിന്റെ മോഡേൺ പെന്തക്കോസ്റ്റിസം, പുതിയ എന്ന് പറഞ്ഞാൽ ആ ഉണർവിന്റെ ആരംഭത്തിലെ ചരിത്രം വായിക്കുമ്പോൾ ചാൾസ് എബ്രഹാം തുടങ്ങിയ ദേവദാസന്മാർ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആത്മീയ പാഠങ്ങൾ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ വരാത്തത് എന്തുകൊണ്ട് എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി തൻ്റെ ബൈബിൾ സ്കൂളിൽ തൻ്റെ വിദ്യാർത്ഥികളോട് വേദപുസ്തകത്തിന്റെ ആത്മീയ സത്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. जो प्राचीन काल में जो चार्ल्स एफ अब्राहम नाम के एक पासवान के बारे में जिक्र है कि जब बेदारी के शुरुआती दिनों में किस प्रकार वचन को मनन करके, किस प्रकार वचन को हमारे रोजमर्रा के जीवन में उतारने के बारे में चार्ल्स जी ने हमें ये बताया था. പെന്തക്കോസ്ത് നാളുകളിൽ, ആദ്യകാല പെന്തക്കോസ്ത് നാളുകളിൽ അനുഭവിച്ച ആത്മനിറവും അന്യഭാഷയുമെല്ലാം നിന്നുപോയോ, അതോ അത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പകരുമോ എന്നുള്ള അവരുടെ പഠനവും സമർപ്പണവും പ്രാർത്ഥനയുമാണ് ഈ മോഡേൺ പെന്തക്കോസ്റ്റിസം എന്ന നാം ഇന്ന് അനുഭവിക്കുന്ന ആത്മീക ഉണർവിലേക്ക് അവരെ ദൈവം നയിച്ചത്. हम आज ये अनुभव करते हैं मॉडर्न पेंटिकोस्टलिज्म, इसके पीछे जो मुख्य जो हम देख सकते हैं व्यक्ति थे जिन्होंने बताया कि प्राचीन काल की बेदारी और आज की बेदारी में क्या क्या बदलाव है और क्या होना चाहिए, इसके बारे में जो आज हम अनुभव करते हैं, इसके पीछे चार्ल्स एफ अब्राहम का परहाम का बड़ा योगदान है. ആമേൻ. ആ നാളുകളിലെ ആംഗ്ലിക്കൻ ചർച്ചും അതുപോലെ ഉള്ള പ്രസ്ബിറ്റേറിയൻ ചർച്ചകളിലുമെല്ലാം ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങൾ ആത്മനിറവിൽ എത്താതിരുന്നത് കൊണ്ട് ആമേൻ ഈ ദൈവദാസന്മാർ തീരുമാനിച്ചു. ആമേൻ. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, തിരുവെഴുത്തിലെ ഈ ആത്മശക്തിയും ആത്മനിറവും അഭിഷേകവും അന്യഭാഷയുമെല്ലാം എന്തുകൊണ്ട് ഞങ്ങളുടെ മേൽ പകരുന്നില്ല? उन समयों में कलीसियाओं में जो बेदारी है, जो आत्मा का जो चलन है, आत्मा की उपस्थिति है, उनके मध्य में नहीं थी और वे इस बात को महसूस करना चाहते थे. वे वचन के द्वारा परमेश्वर से प्रार्थना करते थे कि हे प्रभु, हमें ये हमें अनुभव करना है, हमें उस उपस्थिति को अपने जीवन में देखना है. ആമേൻ. ദൈവസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ഇങ്ങനെ തീരുമാനിച്ചു. അവരുടെ ബൈബിൾ സ്കൂളിൽ അവരുടെ പഠന പാഠ്യപദ്ധതിയിൽ പാരമ്പര്യ ഉപദേശങ്ങളെ മാറ്റിവെച്ചിട്ട് നമുക്ക് വേദപുസ്തകത്തിലെ ആത്മീക സത്യങ്ങളെ, വേദപുസ്തക ദൈവിക ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് തീരുമാനിച്ച് അവർ ദീർഘസമയമായി പ്രാർത്ഥനകൾ ആരംഭിച്ചു. उन दिनों में ऐसा हुआ कि उनकी कलीसियाओं में जो थी पारंपरिक और प्राचीन जो वचन की जो सेवाएं होती थी, वे वचन में जो प्राचीन जो तरीका था वचन बांटने का, उसी में वे जी रहे
थे और उन्होंने एक बदलाव लाने के लिए जो वचन में आगे बढ़कर वचन की बहुत सारी गूढ़ बातों को सीख कर मनन कर कर उन्होंने एक बदलाव लाने का एक बड़ा कदम उठाया। ചരിത്രം ഇങ്ങനെ പറയുന്നു. അങ്ങനെയാണ് 1900 ഡിസംബർ 31 രാത്രിയിൽ ആണ്ടർതി യോഗത്തിൽ വെളിപ്പെട്ട വലിയ ദൈവശക്തിയാണ് നാം വായിക്കുന്ന അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന വലിയ ആ ഉണർവിലേക്ക് ദൈവസഭയെ നയിച്ചത്. अगर हम इतिहास को पढ़ते हैं तो असूसा स्ट्रीट की जो एक बेदारी के बारे में हम सब जानते हैं, दिसंबर 31 को वो बहुत साल पहले हुआ था, उसके बारे में हम सब जानते हैं. രാത്രി മുഴുവൻ പ്രാർത്ഥനയോടെയായിരുന്നു. ആ ചെറിയൊരു കൂട്ടത്തിന് മേലേക്ക് ദൈവത്തിന്റെ ആത്മാവിന് വലിയ ശക്തി വെളിപ്പെടുന്നു. ആഗ്നസ് ഓസ്മാൻ എന്ന സഹോദരി മറ്റുമെല്ലാം ആത്മാവ് നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കാൻ ആരംഭിച്ചു. इतिहास में हम पढ़ते हैं कि आग्नस ओस्मान नाम की महिला जो थी, उनके मध्य में कुछ लोग प्रार्थना कर रहे थे, पूरी रात प्रार्थना कर रहे थे और परमेश्वर की सामर्थ उनके ऊपर उतर आ गई. അവിടെ വെച്ചാണ് വലിയ ആത്മിക ഉണർവും വില്യം ജെ സെയ്മൂർ തുടങ്ങിയ ആളുകൾ ആത്മാവിൽ നിറഞ്ഞ ലോകത്തിലേക്ക് ആ വലിയ പെന്തക്കോസ്തിന്റെ ആ പുതിയ അനുഭവത്തിലേക്ക് ദൈവസഭയെ നയിച്ചു. अगर हम इतिहास को और अच्छे से पढ़े तो विलियम जे सेमूर नाम के एक व्यक्ति का भी इसमें एक आगमन है कि वो व्यक्ति ने बहुत बड़ा बेदारी, जो आज हम देख रहे हैं बेदारी, जो कलीसिया की बेदारी है, उस बेदारी में विलियम जे सेमूर का बहुत बड़ा योगदान. ശ്രദ്ധിക്കുക, ദിവസങ്ങളിൽ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആത്മീക വചനത്തിന്റെ സത്യങ്ങളെയും ദൈവശക്തിയും നാം ടേസ്റ്റ് ചെയ്ത് അനുഭവിച്ചറിയണം. हम जो आजकल हम जो पढ़ रहे हैं, जो चीजें हम मनन कर रहे हैं, उन सब चीजों को अच्छे से चखने के लिए प्रभु हमें सामर्थ्य दे. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം നമുക്കറിയാം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ്. प्रेरितों के काम जो नए नियम की किताब है, ये एक इतिहास किताब है, हम सब जानते हैं. ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ലോകത്തിൽ ശുശ്രൂഷിച്ചു, ഈ ആത്മാവിന്റെ പ്രവർത്തനത്തെ അവരെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതിന്റെ ചരിത്ര ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. इस किताब में लिखा है प्राचीन काल में हमारे बाप दादाओं ने किस प्रकार सेवा करी थी, किस प्रकार प्रार्थना की थी, किस प्रकार मसीह जीवन को व्यतीत किया था, इसके बारे में इस किताब में लिखा हुआ है. ദൈവസഭയുടെ ചരിത്രമാണ് അല്ലെങ്കിൽ ദൈവസഭയുടെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ. जो प्रेरितों के काम के बाद जो किताब है, ये कलीसिया में प्रेरितों के द्वारा किए गए प्राचीन काल में जो कार्य हैं, उस कार्य के बारे में इस किताब में लिखा है. ആദ്യ നൂറ്റാണ്ടുകളിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ ചരിത്ര ഭാഗം എഴുതിയ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. എങ്കിലും ഈ പുസ്തകം ദൈവസഭയുടെ അതേ പ്രവർത്തനങ്ങളാണ്. ഇന്നും നാം ചെയ്യുന്ന ആത്മിക പ്രവൃത്തികൾ ഈ പുസ്തകത്തിന്റെ ഭാഗമായി നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. प्राचीन काल में प्राचीन कलीसिया ने, पहली शताब्दी कलीसिया ने किस प्रकार अपनी सेवा को किया था और किस प्रकार उन्होंने सेवा को अपने गठन किया था, कलीसिया को इकट्ठा किया था, वही कार्य आज हम भी हमारे मध्य में हम करते हैं. എന്ന് പറഞ്ഞാൽ നാം ഈ പുസ്തകത്തിന്റെ ഭാഗമാണ്. तो इसका ये मतलब है कि हम आज इस समय अभी भी हम इस किताब के एक भाग हैं. പിതാക്കന്മാർ ആത്മാവിൽ ആരംഭിച്ച ആത്മിക പ്രവൃത്തികൾ 21ാം നൂറ്റാണ്ടിൽ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഈ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നുവോ എന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് ശോധന ചെയ്യാം. हमारे बाप दादों ने जिस प्रकार सेवाएं की थी, जिस प्रकार अपने जीवन को व्यतीत किया था, क्या उसी प्रकार हम आज इस शताब्दी में, इन सालों में हम अपने जीवन को व्यतीत कर रहे हैं कि नहीं, इस बात का हमें अनुकलन करना जरूरी है. പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ജീവനെ പോലും അതെ സ്നേഹിക്കാതെ ദൈവനാമത്തിന് വേണ്ടി രക്തസാക്ഷികളായ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നാം വായിക്കുന്നത്. इस किताब में लिखा है कि हमारे बाप दादों ने किस प्रकार अपने जीवन को इस सेवा के लिए और मसीही जीवन के लिए अपने आप को शहीद कर कर अपने आप को पूरी तरीके से दे दिया. उनके इतिहास के बारे में इस किताब में लिखा हुआ है. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ആരംഭിച്ച ശുശ്രൂഷയുടെ ആദ്യ ചരിത്രം എഴുതുമ്പോൾ ഇന്ന് നാം വസിക്കുന്ന ആ നാട്ടിൽ, ആ ഗ്രാമത്തിൽ, പട്ടണത്തിൽ നാം വസിക്കുന്ന ഇടങ്ങളിൽ അത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഈ പുസ്തകത്തിന്റെ ഭാഗമാണെന്ന് നാം ഓർത്തിരിക്കട്ടെ. हमें ये सोचना जरूरी है कि जिस प्रकार हमारे बाप दादाओं ने, हमारी प्राचीन कलीसिया किस प्रकार चलती थी, उस प्रकार आज हमारी कलीसिया चलने पाए, इस बात का हमें देखना है. നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിന്റെ ചലനങ്ങൾ ഉണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം ശോധന ചെയ്യണം. हमें इस बात को परखना है, जांचना है कि क्या हमारे अंदर उस प्राचीन काल की वो जो कलीसिया की जो लगन है, आत्मा का जो उपस्थिति, वो हमारे अंदर है कि नहीं, हमें देखना है. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് നാം പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ആത്മനിറവും ദൈവശക്തിയും വെളിപ്പെട്ടിട്ടുണ്ടോ
എന്ന് നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ जब हम कहते हैं कि पहले जिस प्रकार आत्मा था उसी प्रकार आज भी है, पहली शताब्दी में जो आत्मा था वो आज भी है, जब हम ये कहते हैं तो जरूरी है कि वो हमारे अंदर कार्य भी करना चाहिए। ഉത്സാഹത്തോടെ അഭിഷിക്തന്മാർ ഓടി നടന്ന ശുശ്രൂഷ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ. इस किताब के शुरुआती अध्यायों में लिखा है किस प्रकार भाग दौड़ कर परिश्रम कर सेवा करने वाले हमारे बाप दादाओं ദൈവസഭയുടെ മേൽ വലിയ അഭിഷേകമുണ്ടായ നാളുകളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ ചരിത്ര വിഷയം എന്ന് പറയുന്നത്. कलीसिया में किस प्रकार आत्मा की उपस्थिति, आत्मा का चलन किस प्रकार कलीसिया में हो रहा था, उसका इतिहास इस किताब में लिखा हुआ है। സുവിശേഷം നിമിത്തം ദൈവസഭ അതിവേഗത്തിൽ വളരുന്ന കാലഘട്ടത്തിലെ ചരിത്രം നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നു. अब मसीही जो प्रतिकूल परिस्थिति के मध्य में भी कलीसिया किस प्रकार बढ़ रहा था उसके बारे में भी इस किताब में लिखा हुआ है। അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിലെ ഉണർവും ഉന്മേഷവും അഭിഷേകത്തിന്റെ നിറവുമെല്ലാം നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നാം അല്പസമയം മുമ്പാകെ ആയിരിക്കാം. उस परमेश्वर के सामने अपने आप को जांचे परखे कि वो परमेश्वर की सेवा के प्रति लगन और आत्मा की चलन हमारे अंदर है कि नहीं, हमें इस बात को परखना जरूरी है। ഈ ആത്മാവിന്റെ നിറവും അഭിഷേകവും ദൈവശക്തിയും ഇല്ലാതെ നമുക്ക് ഈ നാളുകൾ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. प्रियो, इन दिनों में हमें आत्मा की जो अगुवाई के बिना और पवित्र आत्मा की उपस्थिति के बिना जीवन व्यतीत करना कठिन है। സാധാരണ ആളുകളെ അസാധാരണക്കാരാക്കി മാറ്റിയ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. इस किताब में इतिहास में लिखा है साधारण से साधारण व्यक्तियों को परमेश्वर असाधारण तरीके से इस्तेमाल किया। എത്ര പേർ ഗൗരവത്തോടെ ഈ ചരിത്ര പുസ്തകത്തിന്റെ അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ട്? कितने लोगों ने बड़े ही घमंड के साथ और बड़े ही अभिमान के साथ इस किताब को पढ़ा है? നിരവധി പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പുസ്തകമാണ് എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം അപ്പോസ്തലപ്രവൃത്തിയിലെ പുസ്തകം. मेरे प्रति अगर मैं बात बताऊं तो ये सबसे ज्यादा मैंने प्रचार किया, सबसे ज्यादा सीखा हुआ किताब में से एक ही किताब है। ആദ്യത്തെ 4 പുസ്തകങ്ങൾ ദൈവപുത്രന്റെ ചരിത്രം വിശദീകരിക്കുന്നു. जो शुरुआती अध्याय में परमेश्वर के पिता परमेश्वर पुत्र के बारे में लिखा है। ആദ്യത്തെ 4 സുവിശേഷങ്ങൾ ദൈവപുത്രന്റെ ചരിത്രം സുവിശേഷങ്ങൾ. अच्छा, जो शुरुआती किताबों में किस प्रकार जो प्रेरितों के बारे में लिखा हुआ है। നാം വായിക്കുന്നു മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ചരിത്രം വിവരിക്കുന്ന പുസ്തകമാണ്. जो शुरुआती किताबें हैं नए नियम की, उसमें प्रभु यीशु मसीह के बारे में लिखा हुआ है। അതിനുശേഷം എഴുതി എന്ന് പറഞ്ഞാൽ 5ാമത്തെ പുസ്തകം സാധാരണക്കാരായ മുഖവരുടെയും ശേഷമുള്ള ആളുകളുടെയും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. 5वीं किताब जो ये किताब है, साधारण लोग जो जिन्हें कोई ज्ञान नहीं था वे असाधारण तरीके से परमेश्वर के राज्य के लिए उपयोगी होते हैं। ഒരു സാധാരണക്കാരൻ പുസ്തകം വായിച്ചാൽ ഓർക്കും ആദ്യത്തെ 4 പുസ്തകവും ദൈവത്തെ കുറിച്ച് പറയുന്നു, 5ാമത്തെ പുസ്തകം മനുഷ്യരെ കുറിച്ചാണോ പറയുന്നത്? ये अगर पहली बार कोई पढ़ता है तो उसे ये समझ में आता है कि पहली 4 किताबें प्रभु के बारे में है, प्रभु यीशु मसीह के बारे में है, और 5वीं बातें मनुष्य के बारे में है। ഓർക്കുക, ആദ്യ 4 പുസ്തകങ്ങളിൽ വെളിപ്പെട്ട ദൈവപുത്രന്റെ അതേ ആത്മാവിനെ പ്രാപിച്ച സാധാരണക്കാർ യേശുക്രിസ്തു ചെയ്തതിലും അധികം ശുശ്രൂഷ ചെയ്യുന്ന ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമാണ് അപ്പോസ്തലരുടെ പുസ്തകം. जो आत्मा प्रभु यीशु मसीह के ऊपर उतर आया, वही आत्मा मनुष्यों के ऊपर जब उतर आया, उसके बारे में इस 5वीं किताब में लिखा है कि प्रभु यीशु मसीह ने जो कार्य किया था उससे भी बढ़कर कार्य इन मनुष्यों ने किया था। സാധാരണക്കാരായിരുന്ന ഗലീലക്കാരായിരുന്ന ആളുകളെ ദൈവപുത്രനായ യേശുക്രിസ്തു ചെയ്തതുപോലെ തുല്യ ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിതരാക്കി ആത്മാവിന്റെ പകർച്ചയുടെ ചരിത്രം ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. गलील गांव के गलील प्रांत के साधारण से साधारण व्यक्तियों के ऊपर जब प्रभु यीशु मसीह के ऊपर उतरा हुआ आत्मा जब इनके ऊपर उतरता है तो प्रभु यीशु मसीह जो सेवा किए थे उससे भी बढ़कर इन्होंने जब सेवा किया उसके बारे में इस किताब में लिखा हुआ। നാം എവിടെ ജനിച്ചു എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ല. ये जरूरी नहीं कि हम कहाँ पे अपने जन्म को लिए हैं, कहाँ हमने जन्म लिया है। നാം ഏത് ഭാഷ സംസാരിച്ചു തുടങ്ങി നാം ഏത് ഭാഷ സംസാരിക്കുന്നവർ എന്നുള്ളത് വലിയ വിഷയമുള്ള കാര്യമല്ല. बहुत बड़ी बात नहीं कि हम कौन सी भाषा बोलते हैं, എന്നാൽ വിഷയം ഇതാണ്, നമ്മുടെ മേൽ ദൈവശക്തിയും ദൈവകൃപയും അഭിഷേകവും ഉണ്ടോ നാം ഈ ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമായി മാറുകയാണ്. लेकिन ये जरूरी है कि अगर हमारे ऊपर ये परमेश्वर की आत्मा का चलन हमारे ऊपर है तो ये इस किताब के भाग हम भी हैं। വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും സ്ത്രീകളും പുരുഷന്മാരും ഗ്രാമത്തിലെ ആളുകളും പട്ടണത്തിലെ ആളുകളും സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുമുള്ള ആളുകൾ ചേർന്ന് ഒരുമിച്ച് ദൈവശക്തി പ്രാപിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത ചരിത്രത്തിന്റെ ഭാഗം വിവരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലരുടെ പുസ്തകം. जब जो बुद्धिहीन लोगों के ऊपर, साधारण लोग के ऊपर, महिलाओं के ऊपर जब परमेश्वर का आत्मा उतर आया तब किस प्रकार परमेश्वर के राज्य के लिए उन्होंने असाधारण कार्य किए उसके बारे में इस किताब में लिखा हुआ। ആത്മശക്തിയുടെ വലിയ നിറവിലേക്ക് ഇറങ്ങുവാൻ ഈ വർഷത്തിന്റെ അവസാനത്തെ മാസത്തിൽ
ദൈവത്തിന്റെ ആത്മ നമ്മെ വീണ്ടും ഉപദേശിക്കുന്നു. आत्मा के चलन के द्वारा आत्मा की उपस्थिति में भरकर जीवन व्यतीत करने के बारे में इस साल के आखिरी महीने में परमेश्वर का आत्मा आपसे कहता ആദ്യ है। നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ വാളുകളുടെ മുമ്പിൽ മരണത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയായത് ഈ വലിയ ആത്മശക്തിയുടെ നിറവ് പ്രാപിച്ചതുകൊണ്ടാണ്. पहली शताब्दी में तलवारों के सामने, राजाओं के सामने बिना किसी भय के साथ परमेश्वर की गवाह बनने के लिए जो सामर्थ उनके अंदर आई, वो सामर्थ इस परमेश्वर की आत्मा के द्वारा ही आई थी। നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിന്റെ മുഖ്യഭാഗത്ത് ഞാൻ പ്രവേശിക്കട്ടെ. आज हम हमारे एक वचन को पढ़कर मुख्य विषय में आएंगे। അവ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ പുസ്തകത്തിന്റെ इसी किताब के दूसरे अध्याय में जब हम आते हैं तो 7-8 വാക്യങ്ങൾ വായിക്കുന്നു. उसके 7वीं और 8वीं आयत को जब हम पढ़ते हैं तो നാം ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: എല്ലാവരും അമ്പരന്നു, എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? इस 7वें वचन में लिखा है, वे सब चकित और अचंभित होकर कहने लगे, देखो ये जो बोल रहे हैं क्या सब गलीली नहीं? तो फिर क्यों हम में से हर एक अपनी अपनी जन्मभूमि की भाषा सुनता है? താഴേക്ക് വായിക്കുമ്പോൾ പാർഥരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊട്ടോമിയയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും ഫ്രൂഗിയിലും പംഫുലിയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. यहाँ पे लिखा है इस प्रकार, नवी आयत से हम जो पार्थी और मेदी और एलामी और मेसोपोटामिया और यहूदिया और कपदूकिया और पुंतुस और आसिया और फ्रूगिया और पंफूलिया और मिस्र और लीबिया देश जो कुरेने के आसपास है, इन सब देशों के रहने वाले और रोमी प्रवासी अर्थात यहूदी और यहूदी मत धारण करने वाले क्रेती और अरबी भी हैं, परंतु अपनी अपनी भाषा में उनसे परमेश्वर के बड़े बड़े कामों की चर्चा सुनते हैं। ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. നാം ചിന്തിക്കുന്ന വിഷയം ഇതാണ്: ഗലീലക്കാർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് അവർ കേട്ടു. हमें आज का जो हमारा संदेश इस प्रकार है, गलील के साधारण लोगों के द्वारा परमेश्वर के बड़े बड़े कामों की चर्चा उन्होंने सुनी है। ഗലീലക്കാർ യെരുശലേമിൽ ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്നും വന്നുകൂടിയ യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവർ ഇതുവരെ കേൾക്കാതിരുന്ന വൻ കാര്യങ്ങളെ കേൾക്കുകയായിരുന്നു. यरूशलेम के गलील प्रांत में पूरी दुनिया से आए हुए यहूदियों के सामने ये साधारण लोगों ने, ये जो गलील के साधारण लोगों ने जब परमेश्वर के बड़े बड़े कामों के बारे में कहा तो ശ്രദ്ധയോടെ ആമേൻ ഈ സന്ദേശം കേൾക്കണമേ. बड़े ध्यान से सुने इस संदेश को। സാധാരണക്കാരനെ അസാധാരണക്കാരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, साधारण व्यक्ति को असाधारण व्यक्ति बनाने के पीछे जो सामर्थ है वो इस परमेश्वर का आत्मा में है। ഇന്ന് രാവിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആമേൻ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മളെ പല സ്ഥലങ്ങളിൽ നിയമിച്ചാക്കിയിരിക്കുന്നു. जो परमेश्वर ने आज हमें सेवा के लिए अलग अलग स्थानों में हमें नियुक्त किया है। പലപ്പോഴും നാം പറയും നമ്മുടെ ബലഹീനതകൾ, എനിക്ക് പ്രായം കൂടി അല്ലെങ്കിൽ പ്രായം കുറവാണ്, എനിക്ക് കഴിവില്ല, ഞാൻ ഗ്രാമത്തിൽ നിന്ന് വന്നവൻ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എന്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ ഒരുപാട് ആമേൻ നമ്മുടെ ബലഹീനതകൾ നാം പറയാറുണ്ട്. ये लाजमी है कि हम कई बार ऐसी बातें कहते हैं कि हम बुजुर्ग हो गए हैं, हमारे में उतना बल नहीं, हमारे पीछे कोई बड़ा इतिहास नहीं, हम जिस परिवार से आए कोई बड़ा परिवार नहीं, हमारे पास अच्छी भाषा नहीं, हम अलग अलग बातों को कहते हैं। എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നമുക്ക് യഥാർത്ഥത്തിൽ നാം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഈ സന്ദേശം നമ്മളെ സഹായിക്കട്ടെ. लेकिन ये वचन आज हमें ये बता रहा है कि हम क्या कर सकते हैं और हम क्या हैं। इस बात को ये वचन हमें आज बताता है कि ഗലീലക്കാർ യെരുശലേമിൽ നിന്ന് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു. പെന്തക്കോസ് ദിനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ गलील के साधारण व्यक्तियों ने बड़े बड़े कार्य जो परमेश्वर ने किए थे उसके बारे में वे सुना रहे थे। जब पेंतिकुस्त का आत्मा उतरा था, उन्हीं दिनों के बारे में यहाँ लिखा हुआ है। ഓർക്കുക ആമേൻ, അവർ ഗലീലക്കാരായിരുന്നു. അവർ ശുശ്രൂഷിച്ചത് യെരുശലേമിൽ ലോകത്തിലെ സകല ആമേൻ അതെ ബുദ്ധിമാന്മാരായ, നമ്മുടെ ഭാഷയിൽ വളരെ സ്റ്റാൻഡേർഡുള്ള നല്ല ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഗലീലക്കാർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചുവെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിനങ്ങളിൽ ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമ്മെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇതാണ്.
നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ. अगर गलील जो यहूदी जो क्षेत्र के आसपास का जो प्रांत है, यहूदी लोगों के बीच में हम जानते हैं वे बड़े ही बुद्धिमान लोग हैं, उच्च स्तर वाले लोगों के सामने अगर साधारण व्यक्तियों के द्वारा परमेश्वर ने अपने बड़े कार्य के बारे में गवाही दिलाई है, तो आज हम जहाँ बैठे हैं परमेश्वर हमारे द्वारा वो परमेश्वर अपने अपने बड़े कार्य को सबको सुनाने में सक्षम है. ഗലീലക്കാരുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, അവർ അന്നത്തെ സമൂഹത്തിലെ ആമേൻ താഴേക്കിടയിൽ താമസിച്ച കൂട്ടം ആളുകളായിരുന്നു. उस जमाने में अगर हम इतिहास देखें तो गलील जो प्रांत है वहाँ पे जो लोग रहते हैं वे थोड़े से निचले स्तर के लोग हैं, ऐसा इतिहास में लिखा हुआ है. ഭാഷകളുടെ ചരിത്രം വായിക്കുമ്പോൾ ആ സമയത്തെ ഭാഷകൾ ആമേൻ ഈ ഗലീലക്കാരുടെ ഭാഷ ഒരു സമ്മിശ്ര ഭാഷയായിരുന്നു. ശുദ്ധ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളായിരുന്നു ഗലീലക്കാർ. जो गलील के लोग थे उनकी जो भाषा थी थोड़ी मिली जुली भाषा थी, वे शुद्ध भाषा नहीं बोलते थे. യെരുശലേമിൽ നന്നായി സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഗലീലക്കാർ. जो यरूशलेम के पास रहने वाले गलील के प्रांत के मिली जुली भाषा के बोलने वाले लोग जो थे, അവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് ആളുകൾ പറഞ്ഞിരുന്നു ഇവർ ഗലീലക്കാർ. उनकी भाषा जब लोग सुनते थे तो वे समझ जाते थे कि ये गलील से आया है. ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നവരെ കളിയാക്കി പറഞ്ഞിരുന്നായിരുന്നു ഇവർ ഗലീലക്കാരാണ്. ये वो वहाँ के उस समय लोग ऐसी हंसी उड़ाते थे कि इनकी भाषा है मिली जुली भाषा है, शुद्ध भाषा नहीं. इस बात का वे उनका मजाक उड़ाते थे. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം വായിക്കുന്നു അവർ യെരുശലേമിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചപ്പോൾ ആ ഒറ്റ പ്രസംഗത്തിൽ ആ ഒരു ദിനത്തിൽ 3000 പേർ ദൈവസഭയോട് ചേർന്ന ചരിത്രമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. अभी हमने आयतों को पढ़ा, ये एक ऐसी आयत का इतिहास के बारे में अगर हम देखें तो एक प्रचार के अंदर 3000 लोग कलीसिया में जुड़ गए थे. उसी के बारे में यहाँ लिखा है कि यरूशलेम में यहूदी लोगों के सामने गलील के साधारण लोग असाधारण बातें करते हैं, ऐसा यहाँ पे हम लिखा हुआ है. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് യഹൂദന്മാർ ഇവരുടെ ഭാഷ കേട്ട് ഒരു സംസാരം കേട്ട് ഞെട്ടിപ്പോയി അവർ ആശ്ചര്യപ്പെട്ടു, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ? पूरी दुनिया के अलग अलग कोनों से यहूदी लोग जब यहाँ पे आए हुए थे, उस समय जब इन्होंने इन लोग की बातें सुनी, इन साधारण गलीली लोगों की बातें सुनी, तो वे अचंभित हो गए, चकित हो गए कि इनकी भाषाएं हमें कैसे समझ में आ रही है. ശ്രദ്ധിക്കണമേ, ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ എടുത്ത് ശക്തമായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. परमेश्वर की इच्छा है कि इन दिनों में परमेश्वर हमें बड़े ही सामर्थ के साथ परमेश्वर हमें चलाए. ആമേൻ. നാം പാർക്കുന്ന ദേശങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും നാം എവിടെയെന്ന് കേൾക്കുന്നു അവിടെയെല്ലാം ആമേൻ ദൈവത്തിന് ആമേൻ നമ്മെ അതിശക്തമായി ആദ്യ നൂറ്റാണ്ടിൽ യെരുശലേമിന്റെ മണ്ണിൽ ആമേൻ ഗലീലക്കാരെ എങ്ങനെ ഉപയോഗിച്ചു, അതിലപ്പുറമായി ആമേൻ ഇന്ന് നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. अगर हम जहाँ भी आज हम यहाँ ठहरे हो, किधर भी हम अगर आज परमेश्वर ने हमें चुना हो, भले ही वो किसी भी राज्य में हो, उत्तर प्रदेश में हो, महाराष्ट्र में हो, किसी भी राज्य में हो, जिस प्रकार परमेश्वर का आत्मा ने गलील के साधारण लोगों को इस्तेमाल किया, उससे भी बढ़कर परमेश्वर आज हमें इस्तेमाल करने ഉയർപ്പിന്റെ ശക്തി, പെന്തക്കോസ്തിന്റെ ശക്തി, ആത്മനിറവ് ആമേൻ ഗലീലക്കാരുടെ മേൽ ആവസിച്ചപ്പോൾ അവരുടെ ബലഹീനതകൾ അപ്രത്യക്ഷമാകുന്നു. ആമേൻ അവരിൽ നിന്ന് ആമേൻ ദൈവപുത്രനിൽ വ്യാപരിച്ച അതേ ആമേൻ ദൈവശക്തി അവരിൽ നിന്ന് ലോകത്തിലേക്ക് വെളിപ്പെടുവാനിടയായി തീർന്നു. जब परमेश्वर का आत्मा इन साधारण व्यक्ति के ऊपर जब उतरा, तब उनकी बलहीनताएं जो थी, जो कमजोरियां उनके अंदर थी, जिन जिन बातों में वे पीछे थे, वे सब बातें हट गई और जो परमेश्वर जो कार्य कर रहे थे उससे भी बढ़कर वे ये साधारण लोग कर रहे थे. ആമേൻ. പൗലോസ് ഒരിക്കൽ പറയുന്നു, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. पौलुस कहता है कि मैं अपनी बलहीनताओं के लिए घमंड करता हूं. ആമേൻ. 15-ാം അധ്യായം വരുമ്പോൾ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നു, ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. 12वें अध्याय में इस प्रकार लिखा है कि मेरा सामर्थ्य तुम्हारे लिए काफी है, और वहां पे इस प्रकार लिखा है बलहीनता के लिए मैं घमंडी हूँ. ഓ ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ നീക്കി ആമേൻ നമ്മുടെ ദൈവത്തിന്റെ കൃപ പകരുമ്പോൾ ഹല്ലേലൂയ ആമേൻ നാം അത്ഭുതമായി മാറും. ഇന്ന് രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തിന്റെ കാതലായ ഭാഗം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കംജോരികളും നമ്മുടെ ദുർബലതകളും അല്ല പിന്നെയോ ആമേൻ ദൈവാത്മാവിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ കൊണ്ട് ലോകം പറയും, ആമേൻ നീ ചെറിയവൾ, ആമേൻ നിനക്ക് ശുദ്ധമായ ഭാഷയില്ല, നിനക്ക് കഴിവില്ല. പക്ഷേ ഹല്ലേലൂയ നമ്മെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് അതിശക്തമായി ആമേൻ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ യെരൂശലേമിൽ പ്രസ്താവിക്കുവാനായി ആമേൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ പെന്തക്കോസ്തിന്റെ ശക്തി ഹല്ലേലൂയ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നു. अगर संसार आज आपका मजाक उड़ाता है, अगर संसार कहता है कि आपके पास अच्छी भाषा नहीं, आपके पास कोई अच्छा बैकग्राउंड नहीं, आपका परिवार में ऐसा कोई इतिहास नहीं, आपके लोग मजाक उड़ाते हैं, अगर ठट्टा
करते हैं तो यरूशलेम में जिस प्रकार परमेश्वर ने गलील के साधारण लोगों को इस्तेमाल किया था, उस प्रकार परमेश्वर आपको भी इस्तेमाल करने जा रहा है। വേദപുസ്തകത്തിൽ ഒരുപാട് നിരവധി ചരിത്രങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം. ഉദാഹരണമായിട്ട് इस किताब में बाइबल में अलग अलग जगह में लिखा है, इतिहास के पन्नों के बारे में लिखा हुआ है। സംസാരിപ്പാൻ അറിഞ്ഞുകൂടാതിരുന്ന വിക്കനായിരുന്ന മോശയെ മോശയെ ആമേൻ നമുക്കറിയാം ഇസ്രായേലിന്റെ ദൈവമാക്കി മാറ്റിയ നമ്മുടെ കർത്താവിന്റെ ചരിത്രമാണ് നാം പുസ്തകങ്ങൾ വായിക്കുന്നത്. इतिहास में जिस प्रकार हम सब जानते हैं, मूसा के बारे में लिखा हुआ है। मूसा जो हकलाता था, जो अच्छे से बोल नहीं पाता था, उसको परमेश्वर ने फिरौन के सामने, मिस्र के राजा के सामने इस बात की गवाही देने के लिए परमेश्वर ने इस्तेमाल किया कि इस्राएल का परमेश्वर ही असली परमेश्वर है। സംഖ്യാ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, തന്റെ മേൽ നിന്ന് ആത്മാവിനെ എടുത്ത്, ആ ഭാഗം ശ്രദ്ധയോടെ വായിച്ചാൽ മോശയുടെ മേൽ നിന്ന് ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ പകർന്നു എന്ന് വായിക്കുന്നു. പറഞ്ഞാൽ എത്ര വലിയ ആത്മനിറവുണ്ടായിരുന്ന മനുഷ്യനാണ് ആ മോശ എന്ന് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാം. संख्या किताब में ऐसा, गिनती किताब में ऐसा लिखा हुआ है कि मूसा के ऊपर जो आत्मा थी, जब अगर कई लोगों के ऊपर, उसी 70 लोगों के ऊपर जो आत्मा थी वो एक मूसा के अंदर थी, ऐसा वहां पे ऐसा लिखा हुआ है. വായിക്കുന്നു ദാവീദിനെ കുറിച്ചും ഗിദെയോനെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ അവരൊക്കെ സാധാരണക്കാരായിരുന്നു. പക്ഷേ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവർ അതിശക്തരായ ദൈവ മനുഷ്യരായി മാറുകയാണ്. हम सब जानते हैं दाऊद के बारे में और गिदोन के बारे में हम सब जानते हैं, वे साधारण लोग थे, बलहीन लोग थे और उनके पास ऐसी कोई सामर्थ नहीं थी, लेकिन जब परमेश्वर का आत्मा उनके ऊपर उतरा, जब परमेश्वर ने उनके ऊपर कार्य किया, तब असाधारण कार्य को कर बैठे, ऐसा इतिहास हमें बताता है. നമ്മുടെ കർത്താവായ ദൈവപുത്രനിൽ വ്യാപരിച്ച അതേ ശക്തിയാണ് എന്റെ മേലും വ്യാപരിക്കുന്നത്. जो यीशु मसीह के ऊपर जो आत्मा उतरा, वही आत्मा आज मेरे और आप में उतरा हुआ है. ഈ വിഷയത്തിൽ എത്ര പേർ പ്രാഗൽഭ്യത്തോടെ ആത്മാവിൽ സന്തോഷത്തോടെ പറയും ഹല്ലേലൂയ, എന്റെ കർത്താവായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് അല്പം പോലും കുറവ് സംഭവിക്കാതെ, അല്പം പോലും ബലത്തിനോ ശക്തിക്കോ ക്ഷയം സംഭവിക്കാതെ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ദൈവപുത്രനിൽ വ്യാപരിച്ചിരുന്ന അതേ ശക്തിയാണ് എന്റെയും നമ്മുടെയും അകത്ത് വ്യാപരിക്കുന്നത്. लोग आज आनंद के साथ कह सकते हैं कि जो आत्मा प्रभु यीशु मसीह की ऊपर उतरा, वही आत्मा आज मेरे में उतरा है. प्रभु यीशु मसीह में जो आत्मा उतरा था और मेरे में जो आत्मा उतरा है, उसमें कोई कमी नहीं, कोई बलहीनता नहीं, कोई कम ज्यादा नहीं. वो परमेश्वर की जो सामर्थ उतरा था, वो सामर्थ मेरे में भी उतरा है. इस बात को आनंद के साथ कितने लोग कह सकते हैं. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ നോക്കി ലോകത്തിന്റെ ഫലവാദമെന്ന് യഹൂദന്മാർ പറയുന്നു, ഇവർ ഗലീലക്കാരല്ലയോ? ഹല്ലേലൂയ. നോട്ടത്തിൽ അറിയാം ഇവർ ഗലീലിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ സംസാരിക്കുന്ന ആ വലിയ വൻകാര്യങ്ങളെ കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു. ആളുകൾ ഓടിക്കൂടി. അവിടെയാണ് വലിയ ദൈവശക്തി വെളിപ്പെട്ടത്. यरूशलेम में आए हुए यहूदी लोग ये कह रहे थे कि ये जो बातें बोल रहे हैं, क्या ये गलीली लोग नहीं? उनको देखकर, उनके जो वेशभूषा को देखकर वे उन्हें मालूम था कि ये गलीली लोग हैं, लेकिन इनकी बातें सुनकर वे अचंभित होकर कहने लगे, क्या ये गलीली लोग नहीं? ആത്മാവിന്റെ ശക്തി പ്രാപിച്ച വ്യക്തികളും കുടുംബവും സഭയുമെല്ലാം അസാധാരണമായ കാര്യങ്ങൾ ചെയ്ത ചരിത്രമാണ് നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. इस किताब में हम पढ़ते हैं ऐसे कई लोगों के ऊपर, कई परिवारों के ऊपर, कई कलीसियाओं के ऊपर जब परमेश्वर का आत्मा उतरा, साधारण से असाधारण कार्य परमेश्वर उनके द्वारा करा. നാം ചിന്തിച്ച ചരിത്രമുണ്ടല്ലോ, അന്ത്യോക്യ സഭയിലെ ചരിത്രം. അവർ ആത്മാവിൽ നിറഞ്ഞെന്ന് വായിക്കുമ്പോൾ അവിടെ നിന്നാണ് ലോകത്തെ കീഴടക്കിയ അപ്പോസ്തലന്മാർ ലോകത്തിലേക്ക് ഇറങ്ങിയത്. हम सब जानते हैं अंताकिया कलीसिया के ऊपर जब परमेश्वर की बेदारी उतरी, तब परमेश्वर ने उसी कलीसिया के द्वारा ही अलग अलग राज्यों में, अलग अलग प्रांतों में सेवा करने के लिए प्रेरितों को और प्राचीनों को परमेश्वर ने इस्तेमाल किया. നമ്മുടെ സഭകളിൽ ദൈവാത്മാവിന്റെ വലിയ ചലനം ഉണ്ടാകുമ്പോൾ, നമ്മുടെ സഭയിലെ ദൈവമക്കൾ ആത്മാവിൽ നിറയുമ്പോൾ ലോകത്തെ കീഴടക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കും. हमारी कलीसिया जब बेदारी के द्वारा जब भरती है, हमारी जब कलीसियां आत्मा में जब भरती है, तो ये जरूरी है इस बात को हम ग्रहण करें कि हमारी कलीसिया के द्वारा संसार को पराजित करने के लिए, संसार को हराने के लिए अभिषेक लोग
लोग और प्राचीन प्रेरित लोग हमारे कलीसिया से निकलने पाए। നമ്മുടെ കുടുംബങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ച് ദൈവാത്മാവ് നിറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആമേൻ നിശ്ചയമായും ആമേൻ നാം ആമേൻ ഇന്ന് ചെയ്യുന്നതിലും അധികമായ ദൈവശക്തി നമ്മുടെ മക്കൾ നമ്മുടെ തലമുറകൾ നാളെയുടെ ആമേൻ നാളുകളിൽ ചെയ്യുമെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് ആത്മനിറവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മുടെ വീട്ടു പ്രാർത്ഥനകളിൽ നമ്മുടെ ഭവന പ്രാർത്ഥനകളിൽ ഈ ആത്മാവിന്റെ ശക്തി അതിശക്തമായി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പൈതലായി ഇന്ന് രാവിലെ ഈ സന്ദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ആത്മാവിൽ നിറയുന്ന, ആത്മാവിന്റെ പ്രവർത്തികൾക്ക് മുൻസ്ഥാനം കൊടുക്കുന്ന ആ വ്യക്തികളായി, കുടുംബമായി, സഭകളായി നമ്മൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവിൽ പൂർണ്ണമായ ആശ്രയം നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. अगर प्रियो, अगर आप आज इस वचन को सुन रहे हैं और आत्मा की भरपूरी के लिए प्रार्थना कर रहे हैं, तो एक बात हम जाने, जब वो परमेश्वर का आत्मा हमारे परिवारों के ऊपर जब उतरेगा, हमारे आने वाली पीढ़ियों के ऊपर जब ये परमेश्वर का आत्मा उतरेगा, तो जिस प्रकार परमेश्वर हमें इस्तेमाल किया है उससे भी बढ़कर, उससे भी ज्यादा परमेश्वर हमारे आने वाले बच्चों के ऊपर परमेश्वर कार्य करने पाए और परमेश्वर हमें सहायता करे. നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങൾ നമ്മുടെ അകത്ത് ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. हमारे मध्य में आत्मा के द्वारा चलाए गए लोगों की संख्या बढ़ने पाए. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. आत्मा में प्रार्थना करने वालों की संख्या बढ़ने पाए. അന്യഭാഷകളിൽ ആരാധിച്ച് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവയെ പ്രസ്താവിക്കുന്നവർ നമ്മുടെ ഗ്രൂപ്പിൽ പെരുകി വരട്ടെ. अन्य भाषाओं में बात कर कर बड़े बड़े कार्यों को करने वालों की गिनती बढ़ने पाए. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നവരെ മാറട്ടെ. हमारे बाल बच्चे नाती पोते सब अन्य भाषा में बात करने पाए. ആമേൻ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. हमारे परिवारों के मध्य में परमेश्वर की आत्मा का कार्य होने पाए. ആമേൻ. ആത്മാവിന്റെ ചലനമില്ലാത്തവർ ആമേൻ ജീവൻ പ്രാപിക്കാത്തവരാണെന്നാണ് നാം വായിക്കുന്നത്. हम इस प्रकार पढ़ते हैं, जिनके ऊपर आत्मा नहीं उतरा उनके ऊपर जीवन नहीं है. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം അവരെ ആത്മാവ് ദൈവമേ എന്റെ കുടുംബത്തെ, എന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, എന്റെ സഭയിലെ വിശ്വാസികൾ, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ വലിയ ആത്മശക്തിയുടെ നിറവുള്ളവർ വർദ്ധിച്ചു വേണ്ട കർത്താവെന്ന് പ്രാർത്ഥിക്കാമോ? लोग प्रार्थना कर सकते हैं, प्रभु मेरे बच्चे, मेरा परिवार, मेरी कलीसिया, मेरे आसपास में जितने मसीह हैं सब के ऊपर ये परमेश्वर का आत्मा उतरने पाए. परमेश्वर की आत्मा उतरे हुए लोगों की गिनती बढ़ने पाए. നിശ്ചയമായും നാം യെരൂശലേമിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ये निश्चय है कि हम यरूशलेम में जाकर बड़े बड़े कार्य को करेंगे. ആമേൻ. നാം കർത്താവ് നമ്മളോട് യെരൂശലേമിൽ നിൽക്കുവാൻ പറഞ്ഞാൽ, താമസിക്കുവാൻ പറഞ്ഞാൽ, ആമേൻ നാം വെറുതെ കാഴ്ചക്കാരായ അല്പസം താമസിച്ച് മടങ്ങി പോകുന്നവരല്ല. പിന്നെയോ ആമേൻ കർത്താവ് പറഞ്ഞു യെരൂശലേമിൽ വാങ്ങിപ്പോകരുത്, ഇവിടെ താമസിക്കുവാൻ പറഞ്ഞാൽ ഇതിന് പുറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. परमेश्वर से कहता है यरूशलेम को छोड़कर मत जाना, तो इसके पीछे बहुत बड़ा उद्देश्य है. हमें खाली रहकर वापस आने के लिए परमेश्वर नहीं हमें कह रहा है, हमें अद्भुत कार्य, बड़े बड़े कार्य करने के लिए परमेश्वर वहां पे नियुक्त किया. നാം യെരൂശലേമിലെ ഒരു ആൾക്കൂട്ടത്തെ കണ്ട് ആമേൻ മടങ്ങി പോകുന്നവരല്ല. പിന്നെയോ ഈ ആൾക്കൂട്ടത്തിന് പുരുഷാരത നടുവിൽ പെന്തക്കോസ്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ യെരൂശലേമിലാക്കിയിരിക്കുന്നത്. भीड़ को देखकर यरूशलेम से वापस नहीं जाने के लिए बुलाए गए, बल्कि भीड़ में जो लोग खड़े हैं उनके ऊपर पेंतकुस्त के आत्मा की जो चलन है, जो सामर्थ है, वो महसूस करने के लिए परमेश्वर हमें बुलाया है. കർത്താവ് നമ്മളെ ഗലീലയിൽ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചു എന്നുള്ള വിഷയമല്ല. പിന്നെയോ നമ്മുടെ മേൽ ആത്മശക്തിയും ദൈവകൃപയും വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന വിഷയം. ये जरूरी नहीं कि परमेश्वर ने हमें गलील से बुलाया है, परमेश्वर ने हमें उस प्रांत से बुलाया है, बल्कि ये जरूरी है कि वो परमेश्वर का आत्मा हमारे अंदर कार्य करने पाए. കർത്താവേ, ഞാൻ ഗലീലക്കാരനായി പിറന്നല്ലോ എന്നോർത്ത് വിലപിക്കാതെ, കർത്താവേ ആമേ എന്റെ മേൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടല്ലോ, എനിക്ക് അതാണ് എന്റെ ലാഭം, ആമേ അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു പറഞ്ഞുകൊണ്ട് രാവിലെ ആത്മനിറവിന്റെ അനുഭവം ദൈവത്തെ സ്വന്തം പറയാമേ. കർത്താവേ, ഈ പെന്തക്കോസ്തിന്റെ യുഗത്തിൽ ഈ ആത്മാവിന്റെ നിറവ് വെളിപ്പെടുന്ന യുഗത്തിൽ ജനിപ്പാനും ശുശ്രൂഷിപ്പാനും ആമേ പ്രസംഗിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭാഗ്യം ലഭിച്ചുവല്ലോ. പറയാമോ കർത്താവേ? ആമേൻ. ഈ ആത്മാവിന്റെ യുഗത്തിനായി സ്തോത്രം അപ്പാ. इस बात को लेकर विलाप ना करे कि प्रभु मैं गलील से आया हूँ, प्रभु मैं इस प्रांत से आया हूँ, मेरे में बलहीनता है, मेरे में कमजोरियां हैं, बल्कि इस बात को लेकर आनंदित होना है कि वो प्रभु का आत्मा हमारे द्वारा कार्य कर रहा है. वो परमेश्वर के आत्मा की इस युग में जन्म लेने के लिए और उस आत्मा से भरकर सेवा करने के लिए परमेश्वर हमें इस्तेमाल कर रहा है. इस बात को लेकर हमें आनंदित होना जरूरी है. ഭാഷയ്ക്ക് ശുദ്ധിയില്ലാത്തതോ ഭാഷ അറിയാത്തതോ ആമേൻ ഒന്നും ദൈവത്തിന്റെ വിഷയമല്ല. ഹല്ലേലൂയ. ആത്മശക്തി ഇറങ്ങി വരുമ്പോൾ ആ സ്വർഗീയ നാവുകൾ, തീ പോലെയുള്ള നാവുകൾ ആമേൻ നമ്മുടെ നാവിനെ സ്പർശിക്കുമ്പോൾ, ഹല്ലേലൂയ, ഗലീലക്കാരനായി ആമേൻ
ശുദ്ധ ഭാഷയിൽ നിന്ന് ലോകക്കാർ പറഞ്ഞിരുന്നവരുടെ മേൽ ആ വലിയ തീനാവുകൾ സ്പർശിച്ചപ്പോൾ ഹല്ലേലൂയ അവരെ വൻ കാര്യങ്ങളെ പറയുന്നവരാക്കി മാറ്റിയെങ്കിൽ ആമേൻ നമ്മുടെ മേലും ഈ വർഷാവസാനത്തിൽ അതേ തീയുടെ നാവുകൾ നമ്മുടെ മേൽ സ്പർശിക്കട്ടെ. നിശ്ചയമായും ആമേൻ നമ്മുടെ ശുശ്രൂഷകൾ മാറുന്നു, ആമേൻ നമ്മുടെ ബലഹീനതകൾ മാറിപ്പോകുന്നു. ലോകം പറയുന്നു നീ ഗലീലക്കാരൻ, പക്ഷേ നമ്മെ കണ്ട് ജെറുസലേം നിവാസികൾ ആശ്ചര്യപ്പെടുവാൻ പോകുന്നു. കാരണം ആമേൻ പെന്തക്കോസ്തിന്റെ ശുശ്രൂഷകർ. अगर आज के इस वर्ष के आखिरी दिनों में हम ये सोचते हैं कि हमारे में अच्छी भाषा नहीं, हमें कहने का वो अच्छी भाषा नहीं है, हमें कहने में वो बल नहीं है, लेकिन अगर हम ऐसा सोचते हैं तो ये बात हम जाने कि पेंतुकोस्त के दिन में जब इन्हीं साधारण लोगों के ऊपर, गलील के साधारण लोगों के ऊपर अग्नि जीभ जब उतरी थी, तो जो यरूशलेम में जिस प्रकार परमेश्वर ने बड़े बड़े कार्य को करने के लिए इन लोगों को इस्तेमाल किया था, उसी प्रकार परमेश्वर आज हमें भी इस्तेमाल करने जा रहा है. കൂടി വന്നവർക്ക് നല്ല ഭാഷയുണ്ടായിരുന്നു. ആമേൻ. അവർ ആമേൻ നല്ല ഉത്തമ സംസ്കൃതി, നല്ല സംസ്കാരമുള്ളവരായിരുന്നു. നല്ല വേഷഭൂഷ, നല്ല വസ്ത്രധാരണങ്ങൾ, ആമേൻ ആഡംബരത്തോടെ അവർ വന്നു. നമുക്കറിയാം രഥങ്ങളിലെല്ലാം വന്ന ചരിത്രമാണ് നാം യെരൂശലേമിൽ വായിക്കുന്നത്. രഥങ്ങളിലും വലിയ അകമ്പടിയോടെ വന്നവർ, ആമേൻ ശുദ്ധ ഭാഷയോടെ സംസാരിച്ച് ശക്തമായി സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നവർ മിണ്ടാതെ നിന്നപ്പോൾ അവർ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒന്നുമില്ലാതെ വെറും കൈയോടെ എല്ലാം ആമേൻ പടകും വലയുമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കരം കൊടുക്കുവാൻ പോലും ഇല്ലാതിരുന്ന സാധാരണക്കാരായ ഗലീലക്കാർ യെരൂശലേമിലെ ധനികരായി മാറിയെങ്കിൽ രാവിലെ ആത്മാവിൽ പറയാമോ കർത്താവേ ഈ യുഗത്തിലെ ശുശ്രൂഷകനാകുവാൻ നീ എന്നെ പ്രാപ്തനാക്കിയല്ലോ, ഞാൻ ഇതിൽ അഭിമാനിക്കുന്നു. ഈ പെന്തക്കോസ്ത് യുഗത്തിനായി സ്തോത്രമപ്പാ. यरूशलेम में आए हुए जो यहूदी लोग थे वे बड़े ही अच्छे उच्च स्तर के लोग थे, अमीर लोग थे, रथों से आए थे, और जब वे इन साधारण लोगों को जब देखते हैं तो वे चकित हो गए, वे चुप हो गए. बल्कि हम अगर देखें तो गलील के साधारण लोग जो एकदम साधारण लोग थे, हाथ में ऐसे कोई विशेष वस्तु नहीं है, कोई अच्छे कपड़े नहीं है, लेकिन वो परमेश्वर का आत्मा जब उनके ऊपर उतरा तो वे साधारण लोग जो थे वे अमीरों को, जो बड़े बड़े लोग आए थे, उन्हें चकित कर दिया. ऐसा वहां पे लिखा हुआ है. രാവിലെ ആത്മാവ് സ്തോത്രം പറയാമോ കർത്താവേ हमें नहीं വലിയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. प्रभु से बोले प्रभु धन्यवाद इस बड़ी सेवा के लिए. हमें नाम യെരൂശലേമിൽ വൻ കാര്യങ്ങളെ ചെയ്യും. हमें प्रभु यरूशलेम में बड़े कार्य करने के लिए आपने बुलाया, धन्यवाद. ഞങ്ങളായിരിക്കും ഉത്തർപ്രദേശിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. आपने प्रभु हमें उत्तर प्रदेश में बुलाया, हम बड़े कार्य करेंगे. നമ്മുടെ ബോംബെയിലും മഹാരാഷ്ട്രയിലും നാം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. प्रभु हम बॉम्बे में रहते हैं, महाराष्ट्र में रहते हैं, परमेश्वर हमें बहुत बड़ा सा प्रभु हमें बड़े कार्य करने के लिए आपने बुलाया है. നാം ആയിരിക്കുന്ന പട്ടണത്തിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഗ്രാമത്തിൽ, ജില്ലയിൽ, സംസ്ഥാനത്തിൽ, നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ നാം വലിയവ ചെയ്യുവാൻ പോകുന്നു. प्रियो हम किसी भी प्रांत में क्यों ना हो, किसी भी राज्य में क्यों ना हो, अगर भारत के किसी भी कोने में क्यों ना हो, वो परमेश्वर हम इस्तेमाल करने जा रहा है. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, हम प्रियो परमेश्वर के आत्मा को प्राप्त किए हुए लोग हैं. പുനരുദ്ധാനത്തിന്റെ ശക്തിയെ പ്രാപിച്ചവർ, हम पुनरुद्धान की सामर्थ्य को पाए हुए लोग हैं. സ്വർഗത്തിലെ ആത്മാവിനെ വഹിക്കുന്നവരാണ് നാം. स्वर्ग की आत्मा हमारे अंदर काम करती है. നാം ഈ അപ്പോസ്തലന്മാർ ചെയ്ത അതേ ശുശ്രൂഷയുടെ അതേ തുടർന്ന് ചെയ്യുന്ന തലമുറക്കാർ, ഇതേ ആത്മാവിനെ പ്രാപിച്ചവർ, അവർ ചെയ്ത ശുശ്രൂഷയുടെ ബാക്കി ഭാഗം ചെയ്യുന്നവർ. प्रेरितों के बाद जो आत्मा हम में उतरा है, तो जो कार्य प्रेरितों ने किया था उसके आगे की कार्य हमें करना है. നിശ്ചയമായി നാം വൻ കാര്യങ്ങളെ ചെയ്യും. हम ये निश्चय ये है कि हम बड़े बड़े कार्य करेंगे. ആത്മതയിൽ നാം നടക്കാം. आत्मा के चलन के द्वारा हम अपने जीवन को व्यतीत करेंगे. ആത്മാവിൽ പ്രാർത്ഥിക്കാം. आत्मा में हम प्रार्थना करें. ആത്മാവിൽ ശുശ്രൂഷിക്കാം. आत्मा में हम सेवा करें. ആത്മാവിൽ ദർശനങ്ങളെ കാണാം. आत्मा में हम दर्शनों को देखें. ആത്മാവിൽ നാം നമ്മുടെ കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോകാം. आत्मा के द्वारा हम अपनी प्रार्थनाओं को आगे बढ़ाएं. നിശ്ചയമായും ചരിത്രത്തിന്റെ നിരവധി അധ്യായങ്ങൾ നമ്മിലൂടെ എഴുതപ്പെടും. ये निश्चय है कि इतिहास के पन्नों में हमारे बारे में ऐसा लिखा होगा. അത്ഭുതങ്ങളുടെ വലിയ വലിയ ചരിത്രങ്ങൾ, നിരവധി സഭകൾ സ്ഥാപിച്ചതും വലിയ വലിയ കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതും ചരിത്രത്തിന്റെ ഭാഗമായി നമ്മിലൂടെ എഴുതപ്പെടും. इतिहास में ऐसा लिखा होगा कि वो इनके द्वारा, इन साधारण लोगों के द्वारा, बड़ी बड़ी कलीसियाओं के द्वारा परमेश्वर ने इन्हें इस्तेमाल किया है. നമ്മിലൂടെ നടക്കും. वो ये सब बातें हमारे द्वारा होंगी, इस प्रकार लिखा रहेगा. നമ്മെ കുറിച്ച് നിരവധി ചരിത്രങ്ങൾ എഴുതപ്പെടും. हमारे बारे में इस प्रकार इतिहास में लिखा रहेगा. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ इस बात को. നമ്മെ കുറിച്ച് വരും നാളുകളിൽ നിരവധി വിഷയങ്ങൾ എഴുതപ്പെടും. हमारे बारे में आने वाली पीढ़ियां ये बात को कहेंगी. നമ്മുടെ ചരിത്രം വായിച്ച് നിരവധി പേർ ആത്മാവിൽ നിറയും. हमारे बारे में हमारे इतिहास को पढ़कर कई लोग इस बात को विश्वास करेंगे.
करेंगे, ആമേൻ, നമ്മെ കുറിച്ചുള്ള സംസാര നിമിത്തം നിരവധി ആമേൻ പുതിയ തലമുറകൾ ദൈവാത്മാവിൽ നിറയപ്പെടും. हमारी बातों के द्वारा नई पीढ़ी में कई लोग उसे अनुभव करेंगे. നാം ചെയ്ത ശുശ്രൂഷകളെ കേട്ടിട്ട് നിരവധി പേർ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങും. हमारी सेवा को देखकर कई लोग सेवा में उतरेंगे. ആമേൻ, നമ്മുടെ ഉള്ളിലെ ഉണർവ് കണ്ടിട്ട് നിരവധി പേർ ഈ ഉണർവിന്റെ പാതയിലേക്ക് കടന്നു വരും. हमारे अंदर की जागृति को देखकर कई लोगों के अंदर जागृति आएगी. ഹല്ലേലൂയ. को धन्यवाद करें. ഗലീലക്കാരെങ്കിലും യെരൂശലേമിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ गलील के जो साधारण लोग बड़े बड़े कार्य को करते हैं. നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करने ഇന്ന് പകൽ മുഴുവൻ ഈ വചനം നമ്മുടെ ഉള്ളിൽ ആമേൻ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. आज पूरे दिन ये वचन हमारे अंदर कार्य करने നാം ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ നമ്മുടെ കാതുകളിൽ ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. भले हम किधर भी कार्य क्यों ना हो, हम कहीं भी क्यों ना जाए, हम ये वचन हमारे अंदर जलने पाए, നാം कार्य करने पाए. ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ നാം വിശ്രമിക്കുമ്പോഴെല്ലാം ഈ വചനം നമ്മുടെ ഉള്ളിൽ ആമേൻ ആഴത്തിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. हम भले ही अपने कार्य में व्यस्त रहे, हम सेवा में व्यस्त रहे, विश्राम करें, लेकिन ये वचन जो आज हम सुने ये हमारे अंदर कार्य करने पाए. ആമേൻ, നമ്മുടെ വേഷമോ നമ്മുടെ ഭാഷയോ നമ്മുടെ ബലഹീനതയും ദൈവത്തിന്റെ വിഷയമല്ല, പിന്നെയോ ഹല്ലേലൂയ ആമേൻ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിയാണ് വിഷയം. हमारी भाषा, हमारे वस्त्र, हमारा परिवार ये परमेश्वर को उतना परमेश्वर के लिए जरूरी नहीं, बल्कि ये जरूरी है हमारे ऊपर जो परमेश्वर का आत्मा उतरा है वे परमेश्वर के लिए बहुत बहुत ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ദീർഘസമയമൊക്കെ സംസാരിപ്പാൻ ഈ വിഷയം ആമേൻ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ये जो विषय हम आज जो हम चर्चा कर रहे हैं, अगर इसमें चर्चा करने हम बैठ गए तो घंटे घंटे बीत जाएंगे. ആമേൻ, പ്രസംഗം നിർത്തുവാൻ ഞങ്ങൾ പ്രയാസപ്പെടുന്നു. ये इस बात को समाप्त करने के लिए हमें दिक्कत हो रही है. ആമേൻ, ശ്രദ്ധിക്കുക. ആമേൻ, നാം ദൈവത്തിന്റെ അസാധാരണക്കാരായ മനുഷ്യർ. अब प्रियो ये बात हम समझे, हम परमेश्वर के द्वारा नियुक्त किए गए असाधारण लोग हैं. ആമേൻ, നമ്മുടെ വിഷയങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുകയാ. हमारे बारे में लिखा जा रहा है. ആമേൻ, നടക്കുന്ന വഴിയിൽ നാം അത്ഭുതം ചെയ്യും. कि हम जहाँ भी हम चलेंगे वहाँ पे अद्भुत कार्य होगा. ആമേൻ, നാം നമ്മുടെ പ്രസംഗ വേദികളിൽ ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടും. हमारे जो प्रचार के मंच में हम जब खड़े होंगे हजारों लोग परमेश्वर को जानेंगे. ആമേൻ, നമ്മൾ കരം വെക്കുന്നവരെല്ലാവരും സൗഖ്യമാകും. हम जिन पर भी हाथ रखेंगे वे चंगे हो जाएंगे. ആമേൻ, ദേശങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. कई सारे ऐसे देश हैं जो हमारा इंतजार कर रहे हैं. നിരവധി ഭൂഖണ്ഡങ്ങളിൽ ഈ ആത്മശക്തിയോടെ നാം യാത്ര ചെയ്യും. कई सारे राज्यों में जाकर हम ये परमेश्वर के सामर्थ्य को अनुभव करेंगे. ആമേൻ, നാം യെരൂശലേമിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. हम सिर्फ यरूशलेम के अंदर सीमित रहने वालों में से നാം യെരൂശലേമിൽ വൻ കാര്യങ്ങളെ പ്രസംഗിച്ചുവെങ്കിൽ ചെയ്തുവെങ്കിൽ നാം അത് യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം നാം ചെയ്യും. अगर हम यरूशलेम में बड़े बड़े कार्य को करे हैं तो सामरिया में और यहूदिया में भी हम करेंगे. നമ്മുടെ ശുശ്രൂഷ ഒരു ചെറിയ പട്ടണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷയല്ല. हमारी जो सेवा है वो एक छोटे से शहर के अंदर सीमित नहीं है. ആമേൻ, ഈ ശക്തി ആമേൻ മുഴു ലോകത്തെയും അതേ സുശീകരിപ്പാനായി നമുക്ക് നൽകപ്പെട്ട ദൈവശക്തിയാണ്. जो परमेश्वर की जो आत्मा हमारे ऊपर उतरी है ये पूरे संसार को अनुभव करने के लिए, पूरे संसार में जाने के लिए परमेश्वर ने हमें भेजा है. നിശ്ചയമായി വരുന്ന നാളുകളിൽ നമ്മളിലൂടെ അത് ദൈവം കാണും, നാം ചെയ്യും. ये निश्चित है कि आने वाले दिनों में हम ये बात को करेंगे, परमेश्वर हमारे द्वारा करेगा. പെന്തക്കോസ്തിന്റെ ശക്തി നമ്മുടെ മേൽ അതിശക്തമായി വ്യാപരിക്കട്ടെ. पेंतुकुस्त का आत्मा हमारे अंदर कार्य करने पाए. വൻ കാര്യങ്ങളെ ചെയ്യുന്നവർ, बड़े बड़े कार्य करने वाले, വൻ കാര്യങ്ങളെ ചെയ്യുന്നവർ, बड़े बड़े कार्य करने वाले, വൻ കാര്യങ്ങളെ ചെയ്യുന്നവർ, बड़े बड़े कार्य करने वाले. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें इस्तेमाल करने God bless पाए. you all. Amen. परमेश्वर आपको आशीष करे. Amen.